ഹലോ ഗായ്സ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ്റെ ചാനൽ പറഞ്ഞതുപോലെ സഞ്ജു സാംസന്റെ ഒരു തിരിച്ചു വരവ് തന്നെ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 55 ബോളിന് 115 റണ്ണുമായിട്ട് സഞ്ജു സാംസൺ സെഞ്ചുറി. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ സെഞ്ചുറി സഞ്ജു സാംസന്റെ വകയാണ്. ഞാൻ അതിന് മുമ്പ് തലേ ദിവസം ഞാൻ വീഡിയോ ഇട്ടതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താണെന്നാൽ സഞ്ജു സാംസൺ തിരിച്ചു വരുമെന്ന് ഞാൻ വീഡിയോ ഇട്ടാണ്. അതേപോലെ നടന്നു, അച്ചട്ടായിട്ട് അതേപോലെ തന്നെ നടന്നു കഴിഞ്ഞു. സഞ്ജു സാംസൺ തിരിച്ചു വന്നു, 115 റണ്ണ്, അത് നോട്ട് ഔട്ട്. വേറെ ഒറ്റ പ്ലെയറിനും ചെയ്യാൻ പറ്റാതെ 115 റണ്ണ് നോട്ട് ഔട്ട്. പുതിയ ഫ്രാഞ്ചൈസിയിൽ സഞ്ജു സാംസന്റെ ആദ്യത്തെ കന്നി സെഞ്ചുറി. അതിനു മുമ്പ് സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ച ഡൽഹിയുടെ കൂടെയാണ് ആദ്യം സെഞ്ചുറി അടിച്ചത്. അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻ, അത് കഴിഞ്ഞ് ഇപ്പൊ ചെന്നൈ. അങ്ങനെ 3 ഫ്രാഞ്ചൈസിയിലും സെഞ്ചുറി അടിക്കുന്ന ആദ്യത്തെ മനുഷ്യനായി സഞ്ജു സാംസൺ ആയി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായാലും ഞാൻ അന്ന് പറഞ്ഞിരുന്നു, എന്തായിരുന്നാലും 3 കളി ഫോം ഔട്ട് ആയപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് പേര് സഞ്ജു സാംസനെ കുറ്റം പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, കാര്യം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസണാണ് തിരിച്ചു വരെ എന്നെ ചെയ്യും. ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരെ എന്നെ ചെയ്യും. കാരണം പറഞ്ഞാൽ അത് സഞ്ജു സാംസണാണ്. ഈ വേൾഡ് കപ്പിലെന്ന കളിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബെഞ്ചിലിരുന്നിട്ട് അവസാനം പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് വാങ്ങിക്കൊണ്ട് പോയാണ് സഞ്ജു സാംസൺ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് ഈ IPL. ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നത്, ഇനി 2 സെഞ്ചുറി കൂടി സഞ്ജു സാംസന്റെ കയ്യിൽ നിന്നുണ്ടാവും. എന്തായാലും 100% ഉറപ്പാണ്. ഇനി 2 സെഞ്ചുറി കൂടി ഈ സീസണിൽ സഞ്ജു സാംസൺ 2 സെഞ്ചുറി കൂടി അടിക്കും. ഇത് വേറെ ഒരു ചാനലും അഭിപ്രായപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ചാനലിന് മാത്രമാണ് പറയണത്, ഭ്രാന്തന്റെ ചാനലിന് മാത്രമാണ് പറയുന്നത്. ഇനി വരുന്ന കളിയിൽ 2 സെഞ്ചുറി ഈ സീസൺ തീരുന്ന മുമ്പേ സഞ്ജു സാംസൺ 2 സെഞ്ചുറി കൂടി അടിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 സെഞ്ചുറി മിനിമം 2 സെഞ്ചുറി കൂടി അടിച്ചിരിക്കും. അങ്ങനെ മൊത്തം 3 സെഞ്ചുറി റെക്കോർഡായിരിക്കും. നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചോ, ഇത് സഞ്ജു സാംസന്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് പീക്ക് ലെവൽ ഇതാണ്. നമ്മൾ എല്ലാവരും കരിയർ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 31 ആഫ്റ്റർ 31 ശേഷമുള്ള എല്ലാം ബെസ്റ്റ് ആയിരിക്കും. നോക്കി, ഇത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു സെഞ്ചുറി അടിച്ചു, 2 സെഞ്ചുറി സഞ്ജു സാംസൺ ഈ സീസണിൽ അടിച്ചിരിക്കും. മൊത്തം 3 സെഞ്ചുറി അടിക്കും. ഇനി 2 സെഞ്ചുറി കൂടി സഞ്ജു സാംസന്റെ 2 സെഞ്ചുറി കൂടി നമുക്ക് കാണാൻ. പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്തായാലും നമുക്ക് സഞ്ജു സാംസൺ ഫാൻസിന് മൊത്തം ട്രീറ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂ ഫ്രാഞ്ചൈസിയിൽ അടിച്ചില്ലെന്ന് കുറേ പേര് കുറ്റം പറഞ്ഞു. പക്ഷേ ഇപ്പം ന്യൂ ഫ്രാഞ്ചൈസിയിൽ നിന്ന് സഞ്ജു സാംസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുകയാണ്. പെർഫോം ചെയ്തത് മാത്രമല്ല, ചെന്നൈ സൂപ്പർ കിങ്സ് ഫസ്റ്റ് വിൻ, തുടരെ 7 പരാജയങ്ങൾക്ക് ശേഷം ഫസ്റ്റ് വിൻ. അത് സഞ്ജു സാംസന്റെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിൽ മാത്രമല്ല, പുള്ളി വിക്കറ്റിന് പിന്നിൽ മാത്രമല്ല, അതിന് തന്നെ നൂർ അഹമ്മദിനെ അശുതോഷ് ശർമ്മ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ ചെന്നാണ് നൂർ അഹമ്മദിന്റെ അടുത്ത് പറഞ്ഞത്, ഓഫ് സൈഡ് സ്പിന്ന് ഇട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ട് അശുതോഷ് ശർമ്മ ഔട്ടാവണ സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പോലും ചെയ്യാത്ത കാര്യമാണ് അവിടെ സഞ്ജു സാംസൺ ചെയ്തിരിക്കുന്നത്. ആലോചിച്ചത്. എന്തായാലും എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ ഋതുവിനെ കാട്ടി സഞ്ജു സാംസണാണ് ക്യാപ്റ്റന് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെ എങ്കിലും ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോഴത് ഫ്രാഞ്ചൈസി ഒരാളെ പെട്ടെന്ന് മാറ്റൂല ഫ്രാഞ്ചൈസി. അതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസി ഒരാളെ പെട്ടെന്ന് ഒരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റുന്നുണ്ട്. അതാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. എന്തായാലും സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി കിട്ടൂല. എന്നിരുന്നാൽ പോലും ഇന്നത്തെ കളിയിൽ എല്ലാവരും ടീമും മൊത്തത്തിൽ സെറ്റായിരുന്നു. ഓവർടൺ വരെ 4 വിക്കറ്റ് എടുത്തിരുന്നു. നല്ല വിക്കറ്റ്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തത് ഡേവിഡ് മില്ലറിന്റെ വിക്കറ്റാണ്. ആ വിക്കറ്റ് കാരണമാണ് ചിലപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചതെന്ന് ഞാൻ പറയും. കാരണം ആ ഒറ്റ വിക്കറ്റിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്റ്റബ് ഇന്ന് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം ഫൈനലിൽ വന്ന സ്റ്റബ് അടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് സ്റ്റബിന്റെ വിക്കറ്റ് എടുത്തു. എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സ് മൊത്തത്തിൽ ഒരു ഇപ്പൊ സെറ്റായി. അതിന് മുമ്പ് വരെ കളി കണ്ടു കഴിഞ്ഞാൽ ടീം സെറ്റല്ലായിരുന്നു, ഒട്ടും സെറ്റല്ലായിരുന്നു. കാര്യം നമ്മൾ കാണാൻ അറിയാം, ബൗളിങ്ങിലായിരുന്നാലും ബാറ്റിങ്ങിലായിരുന്നു ഒരു ഒത്തൊരുമ ഇല്ല എന്നൊരു തോന്നുന്നു. അതുകൊണ്ട് വെച്ചാൽ മൊത്തം ഋതു സഞ്ജു അങ്ങനെ കുറെ കോൺട്രവേഴ്സി ഒക്കെ ഇങ്ങനെ നിന്നുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ടീം സെറ്റായി കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ആ ഫസ്റ്റ് 4 ചെന്നൈ സൂപ്പർ കിങ്സ് ഉണ്ടാവും. കാരണം ടീം സെറ്റായിരിക്കണം. നല്ല ടീമാണ്, നല്ല ടീം. ഇപ്പം ബോളിംഗ് ആര് പെർഫോം ചെയ്യില്ലെന്ന് പറയുന്നത് എല്ലാവരും പെർഫോം ചെയ്യും. നൂർ അഹമ്മദ് വിക്കറ്റ് എടുത്ത്, ഓവർടൺ 4 വിക്കറ്റ് എടുത്ത്, എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. കാംബോജ് നല്ല രീതിയിൽ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടീം നല്ല രീതിയിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ നാളെ നടക്കുന്ന മാച്ചാണ്. നാളെ നടക്കുന്ന മാച്ച് എന്തായാലും കൊൽക്കത്തയായിരിക്കും. കൊൽക്കത്തയ്ക്ക് മരണ പോരാട്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ ഷാറുഖ് ഖാൻ വന്നു വരെ കോച്ചിനെ അവിടെ കൊൽക്കത്ത കോച്ചിന് വരെ ഷാറുഖ് ഖാൻ വന്നു കഴിഞ്ഞ് സംസാരിച്ച് ഒരിക്കലും ഷാറുഖ് ഖാൻ പോലും ഒരു ടീമിന്റെ കൂടെ ഷാറുഖ് ഖാൻ അങ്ങനെ സംസാരിച്ചു. പക്ഷേ ഈ തുടരെ തോൽവിക്കെതിരെ തുടരെ 3 തോൽവിയായി. ഒരു കളി നടക്കാന്ന് ഓരോരു പോയിന്റ് കിട്ടി. അങ്ങനെ ഷാറുഖ് ഖാൻ അങ്ങനെ പറയാറില്ല, സാധാരണ കോച്ചന്മാരെ അങ്ങനെ പറയാറില്ല. പക്ഷേ ഈ കഴിഞ്ഞ മാച്ചിൽ ഷാറുഖ് ഖാന്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നു. ആ ക്ലിപ്പിൽ ഷാറുഖ് ഖാൻ നല്ല രീതിയിൽ RRR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കോച്ചിനെ നല്ല രീതിയിൽ എന്തോ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നത്. എന്തായാലും അതിൽ അമർഷം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ്. ഒരു ഫ്രാഞ്ചൈസി നല്ല ഹിറ്റായി നിന്ന ഫ്രാഞ്ചൈസി പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ ഉള്ളത് ഒരു അമർഷമാണ്. അത് ഓണറിന് എല്ലാ ഓണർക്കും ഉണ്ടാവും. അതിൽ പ്രധാനം നമ്മളെ ലക്നൌവിന്റെ ഓണറിനെ നമ്മൾ തന്നെ കണ്ടുള്ളൂ. KL രാഹുലിനൊക്കെ എന്ത് പബ്ലിക്കായിട്ടാണ് ചെയ്ത് വിളിച്ചത്. അതേപോലെ ഋഷഭ് പന്തിനെ ഒരുപാട് പേരെ പബ്ലിക്കായിട്ട് ചെയ്ത് വിളിച്ചിട്ടുള്ള ആളാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഓണർ. അതേപോലെ തന്നെ എല്ലാ ഓണേഴ്സിനും അവര് പൈസ മുടക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. എന്തായാലും നമ്മൾ ടീം സെറ്റായി. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സഞ്ജു സാംസൺ ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കാനും പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ആയെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അല്ലെങ്കിൽ ഞാൻ സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ച് അന്ന് തന്നെ വീഡിയോ ഇടുമായിരുന്നു. ഞാൻ പിന്നെ പുറത്തായില്ല. നിങ്ങൾ വിചാരിക്കും ലേറ്റ് വീഡിയോ വിചാരിക്കരുത്. ലേറ്റ് വീഡിയോ ഇല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വേറെ ഒരു ചാനലിലും പറയുന്നില്ല, വീണ്ടും പറയുന്നത് തുടരെ 2 സെഞ്ചുറി കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സഞ്ജു സാംസന്റെ വക 2 സെഞ്ചുറി കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സീസണിൽ 2 സെഞ്ചുറി കൂടി സഞ്ജു സാംസൺ അടിക്കും എന്ന് 100% ഉറപ്പുണ്ട്. എൻ്റെ ചാനൽ പറഞ്ഞിട്ടുള്ളതൊന്നും തെറ്റായിട്ട് പോയിട്ടില്ല. 100% അതെല്ലാം റൈറ്റ് ആയിട്ടേ പോയിട്ടുള്ളൂ. ഡൽഹി ആയിട്ടുള്ള കളിക്ക് തലേ ദിവസമാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സഞ്ജു സാംസൺ തിരിച്ചു വരും അടുത്ത ഗെയിമിൽ. അതേപോലെ സഞ്ജു സാംസൺ തിരിച്ചു വന്നു, 115 റൺ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്തായാലും തുടരെ ഇനി ഒരു 2 സെഞ്ചുറി കൂടി ഉണ്ടാകും. മൊത്തം സീസണിൽ 3 സെഞ്ചുറി സഞ്ജു സാംസൺ അടിക്കും എന്ന് ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, 3 സെഞ്ചുറി തുടരെയല്ല 3 സെഞ്ചുറി സഞ്ജു സാംസൺ ഈ സീസണിൽ അടിക്കും എന്ന് 100% ഉറപ്പാണ്. സീസണിൽ കപ്പടിക്കുകയില്ലെന്ന് ഞാൻ ഒന്നും പറയില്ല. എന്തായാലും ആ 4 ഇതിൽ ഫിഗേഴ്സിൽ എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സ് കാണും എന്ന് 100% ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാം. 100% ഉറപ്പാണ്. എന്തായാലും നല്ലത് വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരികയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ബൈ ഫ്രം ഭ്രാന്തൻ.